നാഷണൽ പെൻഷൻ സിസ്റ്റം അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള പെൻഷൻ സിസ്റ്റമാണ് ഇപ്പോൾ മിക്കവാറും എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് പുതിയതായിട്ട് ജോലിക്ക് കയറുന്ന എല്ലാ ഗവൺമെന്റ് ജീവനക്കാർക്കും ആ ഒരു രീതിയിലുള്ള പെൻഷൻ സംവിധാനത്തിലേക്കാണ് അവരെ ചേർക്കുന്നത്. അതേപോലെ തന്നെ ഈ NPS ചേരാനുള്ള അർഹത സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഒരു വർഷം ഒരു 500 രൂപയോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും നമ്മൾക്ക് ഈ NPS ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് സേഫ് ആയിട്ടുള്ളതോ മീഡിയം റിസ്ക് ഉള്ളതോ ഹൈ റിസ്ക് ഉള്ളതോ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളിലേക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ പൂർണ്ണമായിട്ടും സുരക്ഷിതമായിട്ടുള്ള ഒന്നല്ല, എങ്കിലും അടൽ പെൻഷൻ യോജനയേക്കാൾ ഒരു പരിധിയെ വരെ കൂടുതൽ ലാഭം തരാൻ സാധ്യതയുള്ള, എന്നാൽ ആ റിട്ടേൺ ഇത്രയും രൂപ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കാത്ത, എന്നാൽ അതിനേക്കാൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു സംവിധാനമാണ് NPS. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക പല സ്ഥലങ്ങളിലേക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ചിലപ്പോൾ സ്റ്റോക്കുകൾ പോലുള്ള കടപ്പത്രങ്ങൾ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ഇത് ഇത്ര രൂപ ഇട്ടാൽ ഇത്ര രൂപ കിട്ടും എന്നുള്ള രീതിയിലല്ല, പക്ഷെ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ 500 രൂപയിൽ കൂടുതലൊക്കെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ തെറ്റില്ലാത്തൊരു എമൗണ്ട് 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ്.